സാർ അതുപോലെ ഈ പറയുന്നതിൽ നിന്നുള്ള നേരെ വിപരീതം എന്നുള്ള ഒരവസ്ഥ, അതായത് ജനാധിപത്യം എന്ന് പറയും, പക്ഷേ ജനാധിപത്യം അല്ല കാണിക്കുന്നത്, എല്ലായിടത്തും നേരെ തിരിച്ചാണ് കാണിക്കുക. അതുപോലെ എഴുത്തിനൊപ്പം നിൽക്കുമെന്ന് പറയും, അതേസമയം പാർട്ടിക്കെതിരെയുള്ള എഴുത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ബൗദ്ധിക സത്യസന്ധത തൊട്ട് തീണ്ടാത്ത ഒരു വിഭാഗമായിട്ട് ഉയർന്നു വന്നതാണോ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരാനുള്ള കാരണം? ഇന്ത്യയിൽ മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നും പറഞ്ഞിട്ട്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ് ലേഖനത്തിൻ്റെ പേരൊന്നും അറിയില്ല, ജോർജ് ഓർവെലിൻ്റെ ഒരു എസ്സേ ഉണ്ട്. ഡബിൾ സ്പീക്ക് എന്ന് പറഞ്ഞ വാക്കായിലാണ് അതിൽ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അതുമല്ല, പിന്നെ 1984 എനിക്കറിയില്ല. അതായത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. സമാധാനത്തിൻ്റെ മിനിസ്ട്രി ഫോർ പീസാണ്, പക്ഷേ മിനിസ്ട്രി ഓഫ് വാറാണ്. അങ്ങനെ ഇതൊരു പാരമ്പര്യമാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്, അല്ലേ? ഭരണഘടനയെക്കുറിച്ചല്ലേ? ഭരണഘടന സംരക്ഷിക്കണം, ഭരണഘടനയ്ക്കെതിരായിട്ടൊന്നും ചെയ്യരുതെന്ന്. 1967-69 കാലഘട്ടത്തിൽ ഞാൻ SFIയിൽ അന്ന് KSFയിലെ വലിയ പ്രവർത്തകനായിരുന്ന കാലത്ത് ഞാൻ വിളിച്ച ഒരു മുദ്രാവാക്യമാണ് വി ഡോണ്ട് ബാൺ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്ലാക്ക് മാർക്കറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? വിളിച്ച മുദ്രാവാക്യമാണ് ഗോ ആൻഡ് ബേൺ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ വിളിച്ച ആളുകളാണ് ഇപ്പം ഭരണഘടനയുടെ വക്താക്കളായിട്ട് വരുന്നത്. വാസ്തവത്തിൽ ഭരണഘടനയിൽ അവർക്ക് വിശ്വാസമില്ല. മാത്രമോ ഈ തൊഴിലാളി വർഗ സർവാധിപത്യമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMൻ്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ അവരുടെ ലക്ഷ്യം, 1ാമത്തെ പേര് പാർട്ടിയാണ്, 2ാമത്തെ പാര 2 ഇതാണ്, സർവാധിപത്യമാണ്. സർവാധിപത്യം ലക്ഷ്യം വെക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക? അപ്പോൾ അത് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു റെവല്യൂഷൻ ഉണ്ടായത് യൂറോ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിലാണ്. അതിൻ്റെ പേരിലാണ് യൂറോ കമ്മ്യൂണിസ്റ്റ് സാന്റിയാഗോ കാറിലോ എന്ന് പറയുന്നത് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആ ഐഡിയ ആണ്. അതായത് ജനാധിപത്യത്തിലൂടെ വളരണം, മൾട്ടി പാർട്ടി സിസ്റ്റം അനുവദിക്കണം, പിന്നെ അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളൊന്നും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല. അതിനെതിരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. EMS ഉണ്ടായിരിക്കുന്ന കാലത്ത് ഇവരൊരിക്കലും ഇത് പുരുഷ ജനാധിപത്യമാണെന്നുള്ള പഴയ കാഴ്ചപ്പാട് വാസ്തവത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്നെ ഒരു ജീനിയസ് ആയിട്ടുള്ള, പ്രതിഭാശാലിയായിട്ടുള്ള ഒരു ചിന്തകൻ ഉണ്ടായിട്ടേ ഇല്ല. കാര്യത്തിൽ കുറച്ചൊരു അപവാദമുള്ളത് അച്യുതമേനോനാണ്. അച്യുതമേനോൻ അദ്ദേഹത്തിൻ്റെ അവസാനം പ്രസിദ്ധീകരിച്ച ലേഖനം, അദ്ദേഹം അത് ജീവിക്കുമ്പോൾ അല്ല പ്രസിദ്ധീകരിച്ചത്, മരിച്ചു പോയപ്പോൾ ജയേന്ദ്രനാണത് പിന്നെ ലേഖനം എടുത്തിട്ട് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാവുന്ന ഒരു ചിന്തകനെ, ഒരു പൊളിറ്റിക്കൽ ലീഡറെ ഇതുവരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സൃഷ്ടിച്ചിട്ടില്ല. സ്റ്റാലിൻ പറഞ്ഞതും ലെനിൻ പറഞ്ഞതും ഒക്കെ ആവർത്തിച്ച് പറയാമെന്നല്ലാതെ അത് ഫ്ലെക്സിബിളായി ഇന്ത്യൻ സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്ന ഒരു വൈജ്ഞാനിക തേജസ്സിനെ ഇതുവരെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടാക്കിയതെല്ലാം നിർഭാഗ്യവശാൽ ഈ പാദസേവ ചെയ്യുന്ന ഒരു ബുദ്ധിജീവി വർഗത്തെയാണ്. നിർഭാഗ്യമാണത്. അവർക്ക് മുന്നേറാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ചുരുങ്ങി വന്ന് ഇപ്പം കേരളത്തിൽ അത് ഒരു സംഘമായി മാറിയിരിക്കുന്നു.